ചേട്ടാ, ADM നവീൻ ബാബുവിന്റെ കേസിൽ ഇപ്പോൾ അടി നടക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളിലാണല്ലോ. CPM പത്തനംതിട്ട. അതെ, പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനത്തിൽ അത് ഉണ്ടാകും എന്നുള്ളത് ഏതൊരു പാർട്ടിക്കാരനും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്. അതുണ്ടായി പിന്നെ എന്ത് ജില്ലാ സമ്മേളനം? പത്തനംതിട്ടയിലെ ഒരു പാർട്ടി കുടുംബം, അപ്പോൾ അത് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതിലുണ്ട്? അതിൽ പറയുന്നത്, അതായത് പത്തനംതിട്ട കണ്ണൂർ നേതൃത്വം പത്തനംതിട്ടയ്ക്കെതിരെ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ദിവ്യയെ അത്രയൊരു വിഷയത്തിലേക്ക് നയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ദിവ്യയെ സംരക്ഷിക്കേണ്ട ആവശ്യം കണ്ണൂർ ഘടകത്തിന് ഉണ്ടായിരുന്നോ എന്ന് പത്തനംതിട്ട ഘടകം ചോദിച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെ ചോദിക്കും എന്നുള്ള കാര്യം അന്നേ തന്നെ നമ്മുടെ തന്നെ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞതാണ്. അതായത് പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഈ വിഷയത്തിൽ ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ്, പാർട്ടി കുടുംബത്തോടൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നുള്ള ഒരുപാട് പേര് പറഞ്ഞിരുന്നു, കണ്ണൂർ ജില്ലാ ഘടകത്തിൻ്റെ മുന്നിൽ പത്തനംതിട്ടയിലെ ഈ ഘടകം പറയുന്നത് ഒന്നുമല്ലാതായിരിക്കും എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണമായിരുന്നു ഈ സംഭവം നടന്ന ശേഷം AK സെൻറ്ററിൽ പാർട്ടിയുടെ അവൈലബിൾ സംസ്ഥാന മെമ്പർമാരുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ P ശശി എന്ന് പറയുന്ന റിമോട്ട് കൺട്രോളിൻ്റെ കീഴിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അന്ന് തീരുമാനമെടുത്തത് ഇവർ ബ്രാഞ്ച് തലത്തിലേക്ക് പാർട്ടി നടപടി പേരിന് ബ്രാഞ്ച് തലത്തിലേക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം. എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തു. ഈ പറയുന്ന പത്തനംതിട്ടയിലെ ഘടകം പറഞ്ഞത് ശരി തന്നെയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തു. പോലീസ് അവരെ കൊണ്ടു നടന്നില്ലേ? പോലീസിന്റെ മൂക്കിന് താഴെയാണ് അവർ ഒളിവിൽ താമസിച്ചത്. ഒരു സാധാരണ പ്രതിനെ കൊണ്ടുപോകുന്ന പ്രതിയായിരുന്നോ ചേട്ടാ? അല്ല, ദിവ്യയെ കൊണ്ടുപോയപ്പോൾ അത് പാർട്ടി, അതായത് TV-യിലൂടെയും അല്ലാതെയും പാർട്ടിയിലെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങളെ അറിയിക്കേണ്ടത് ആ പോലീസുകാരുടെ ആവശ്യമായിരുന്നു. ഞങ്ങൾ ഇവരെ കൊണ്ടുപോയത് ഇങ്ങനെയാണ് സാർ. കാര്യം അവരെ ഉപദ്രവിച്ചില്ല. ആ പോലീസുകാർ മനസ്സിൽ പറയുന്നത് എങ്ങനെയാ? ഞങ്ങളുടെ അന്നമാണ്. കാര്യം സ്ത്രീകളായ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു. കാര്യം ഇത് രാഷ്ട്രീയക്കാരിയല്ല. രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടുന്ന പ്രിഫറൻസ് ഒരിക്കലും കൊലക്കേസുകാർക്ക് കിട്ടാറില്ല. നിങ്ങൾക്കറിയോ, കൈവിലങ്ങിടാതെ ഇവർ ഈ കേസിൽ ആൾക്കാരെ കൊണ്ടുനടക്കും. ഇവർക്ക് കൈവിലം കിട്ടോ? ഇല്ല. എങ്ങനെ ഇടും? ഇല്ല. അവർക്ക് ചേട്ടാ ഉദ്യോഗസ്ഥരുടെ മുട്ട് കൂട്ടിയിടിക്കണ്ടാവും. അപ്പൊ ഇതില് ഇതില് പത്തനംതിട്ട ഘടകം ഇത് പറയുമെന്നുള്ളത് നമുക്ക് അന്നേ അറിയാമായിരുന്നു. ഇനിയിപ്പോ ബാക്കി എന്തായിരുന്നു പറയുന്നത്? വേറെ എന്തൊക്കെയാണ് ബാക്കി എന്ന് പറയുമ്പോൾ ഇതില് ദിവ്യ ഇത്രയേറെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു MV ഗോവിന്ദന്റെയും ഭാര്യയുടെയൊക്കെ കാര്യം. അത് ഗോവിന്ദൻ അതിന് തിരിച്ചു പറഞ്ഞു, ഒരു സഖാവിനൊരു തെറ്റ് പറ്റിയ ഇതിന് ഇവർ പാർട്ടിക്കാർ ചോദിച്ചതിന് മറുപടി തിരിച്ച് MV ഗോവിന്ദൻ ഈ സഖാക്കളെ അടിച്ചിരുത്തുക ചെയ്തത്. നമ്മുടെ കൂടെയുള്ള ഒരു കേഡറിന് ഒരു ഇത് പറ്റിയാൽ ആ കേഡറെ നമ്മൾ തെറ്റ് തിരുത്തി കൂടെ കൊണ്ടുവരണം എന്നുള്ളത്. അതായത് MV ഗോവിന്ദൻ പാർട്ടി ക്ലാസ്സുകൾ ചെറിയ തെറ്റാണോ ചേട്ടാ? എങ്ങനെയാണ് പാർട്ടി തിരിച്ചല്ല, ഞാൻ തെറ്റ് തെറ്റാണ്, അതിന്റെ സീരിയസോടെ ഞാൻ എടുക്കുന്നു. പക്ഷെ MV ഗോവിന്ദന്റെ പാർട്ടി ക്ലാസ്സിലെ അതേ ഒരു ക്ലാസ് ആണ് MV ഗോവിന്ദൻ ഈ ക്ലാസ് ആയിരിക്കും ആന്തൂർ സാജന്റെ കാര്യത്തിലും ഭാര്യയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ. അതിനകത്തുള്ള സത്യം അറിയാം. ആന്തൂർ സാജന്റെ കാര്യത്തില് ആന്തൂർ സാജന്റെ ഭാര്യയും ആന്തൂർ സാജനും MV ജയരാജൻ പക്ഷക്കാരായിരുന്നു. MV ജയരാജന്റെ സൈഡിൽ നിന്ന MV ജയരാജന്റെ സൈഡിൽ നിന്നത് കൊണ്ട് തന്നെയാണ് MV ഗോവിന്ദന്റെ ഭാര്യ തിരിച്ച് ഈ പണി എത്രയും പണിത്. അപ്പൊ ആ MV ഗോവിന്ദൻ പക്ഷവും പിന്നെ MV ഗോവിന്ദൻ പക്ഷവും EP ജയരാജൻ പക്ഷവും തമ്മിലുള്ള ടക്ക് ഓഫ് വാറാണ് ആ പാവ മനുഷ്യൻ മരിക്കാനിടയിൽ. ഈ ഇതുപോലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ അദ്ദേഹം ഒരു രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് അതെ, ജില്ലയിലെ രണ്ടാമത്തെ. ഞാൻ പറഞ്ഞത് പാർട്ടി അനുഭാവിയാണെങ്കിലും ഒരു അഴിമതിരഹിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച CPM കാരി, എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു നീതി വാങ്ങിക്കൊടുക്കാനായിട്ട് ഈ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പാർട്ടി ഇനി നിലനിന്ന് പോവുക? അതായത് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് അവർക്ക് വിമർശിക്കാനൊരു അവസരം കിട്ടി, അവർ പറഞ്ഞു, ശരിയാണ്, അതിനെ അയാൾ ഖണ്ഡിക്കുകയും ചെയ്തു. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ വളരെ പ്രമുഖരായ രാഷ്ട്രീയ നിരീക്ഷകരുമായി സംസാരിക്കുമ്പോൾ CPM-ന്റെ മുഖം ഇന്നും കണ്ണൂർ തന്നെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. അതായത് കണ്ണൂര് ഉള്ള CPM-കാരാണെന്നാണ് ഈ പറയുന്ന പാർട്ടിക്കാർ വരെ പറയുന്നത്. അത് തീർന്നുകൊണ്ടിരിക്കുക. അവരിപ്പോ പാർട്ടിക്കാരെന്ന് പറഞ്ഞ് പെരിയയിലെ കൊലപാതകം, TP-യെ കൊന്നു, പിന്നെ മട്ടന്നൂർ ഷുഹൈബിനെ കൊന്നു. ഇതെല്ലാം പറഞ്ഞ് കല്യാശ്ശേരി, തൃക്കരിപ്പൂര് അവർ തന്നെ പാർട്ടിക്കാരെന്ന് പറഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, അവർ കണ്ണൂരുള്ളവരെ പാർട്ടിക്കാരാണെന്ന് പറയുന്നവരെ സുധാകരൻ എത്ര വോട്ടിനാണ് കണ്ണൂർ ജയിച്ചത്? അയാൾ ആരെയാണ് തോപ്പിച്ചത്? ഇതൊക്കെ പറഞ്ഞിട്ടും MV ജയരാജൻ എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കണ്ണൂർ, അയാളാണ് പൊട്ടിച്ചത്.
അതെ, പക്ഷേ എം വി ജയരാജന്റെ ഹോൾഡ് എന്താന്ന് ഈ കേസിൽ ചേട്ടന് മനസ്സിലായില്ലേ? എം വി ജയരാജൻ അറിയാതെ ഇതൊന്നും നടക്കില്ല. എം വി ജയരാജൻ നമുക്കറിയാം, അവിടെ പോയി ആ ബോഡി ദഹിപ്പിക്കാൻ നടത്തിയ ധൃതിയും കാര്യങ്ങളും ഒക്കെ അറിയാം. എന്തായാലും ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ദിവ്യയെ കൊണ്ടു നടന്നത് അതായത് ഒരു പാർട്ടി നേതാവിന് ഒരു തെറ്റ് പറ്റിയാൽ അത് ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞല്ലോ. ചെറിയൊരു തെറ്റാണ് ഇവർ ചെയ്തത്. ആ മനുഷ്യനെ മാനസികമായി തകർക്കുകയാണ് ചെയ്തത്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒരു കനിവ് കിട്ടുമോ? അല്ല, നമ്മൾ ഒത്തിരി പേര് ആ സീന് കണ്ടതാണ്. അതുവരെ ചിരിച്ച് പ്രസന്നനായിരുന്ന ഒരു മനുഷ്യനെ തകർക്കത്തക്ക രീതിയിലാണ് ഒരു സ്ത്രീയുടെ ശരീരഭാഷ. അതും പ്രോട്ടോകോൾ സഹിതം. ഇവരാരാണ് അവിടെ വന്നിരുന്ന് പറയാൻ? അത് കളക്ടർ കളിച്ചതാണ്. കളക്ടർ തന്നെ വിളിച്ച് കളക്ടർക്ക് ഇതുവരെ എന്നിട്ട് കളക്ടർ ഇത് കേസിൽ വന്നോ? കളക്ടർ അവരുടെ സ്വന്തം ആളാണ്. കളക്ടർ അവരുടെ സ്വന്തം ആളാണ്. അതേപോലെ തന്നെ പറയുന്നു, പൊതുസമൂഹം ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നവീൻ ബാബു സാറിന്റെ കുടുംബം. ചേട്ടൻ പറഞ്ഞല്ലോ, അമ്മ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ളതാണ്, എന്നിട്ടൊരു നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഇതിൽ പറയുന്നത്, ഞാൻ നമ്മുടെ ഒരു പാർട്ടി സുഹൃത്തുമായിട്ട് രാവിലെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നാടകമാണ്. ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളെല്ലാം തന്നെ ഒരു നാടകമാണ്. ഈ അണികളായിട്ടുള്ളവര് പാർട്ടി വിശ്വാസികളെയൊക്കെ ഇവർ കളിപ്പിക്കുകയാണ്. കാര്യം ഇതെല്ലാം ഇങ്ങനെ ഒരു ചർച്ച, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ലേശം അറിവ് ഈ കാര്യത്തിലുണ്ട്. നമ്മളിപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു കമ്മിറ്റി അടക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിയിൽ മേൽഘടകത്തിൽ ആൾക്കാർ വന്നിരിക്കും. മേൽഘടകത്തിൽ ആൾക്കാർ വന്നിരുന്നിട്ട് പറയും അജണ്ടയിൽ ഇന്നതൊക്കെ ഉള്ളൂ, കൂടുതൽ ഓവർ വാചകമൊന്നും അടിക്കണ്ട, മര്യാദ സംസാരിച്ചിട്ട് വേണമെങ്കിൽ പൊക്കോടെ ഇറങ്ങിയേക്കാം, അങ്ങനെ പോയിനടാ എന്ന് പറയും. ഒരു അട്ടിയിറക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങും. അപ്പൊ ഇതിനെ തിരിച്ച് ഈ വീർപ്പുമുട്ടലോടെ, കാര്യം അത് സത്യമാണ്. കാര്യം പത്തനംതിട്ട ജില്ലാ ഘടകത്തിന്റെ വാക്കിന് ഒരു വിലയും കണ്ണൂർ ജില്ലാ ഘടകം കൊടുത്തില്ല. അപ്പോൾ ഈ വീർപ്പുമുട്ടി ഇരിക്കുന്നവന് ഇത് പറയുമ്പോൾ അവനൊരു ആശ്വാസം, ഇത് കേൾക്കുന്നവർ വിമർശനം ഞങ്ങൾ കേട്ടു, അതൊരു നാടകം, മറ്റൊരു നാടകം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇത് തിരിച്ചു പറഞ്ഞു. ഇതെല്ലാം ഒരു നാടകമാണ്. ഈ പാർട്ടിയുടെ ഈ നടക്കുന്ന എല്ലാ സമ്മേളനങ്ങളും, പണ്ട് ഞങ്ങളൊക്കെ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യ വിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ ആ ഇന്ന കമ്മിറ്റിയിൽ ഇന്നതൊക്കെ പറഞ്ഞ ഒരു ആങ്സൈറ്റി ആയിരുന്നു നമുക്കെല്ലാം കേൾക്കാനായിട്ട്. ഇന്നിപ്പോൾ ആർക്കുണ്ട് ആങ്സൈറ്റി? എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ഈ സമൂഹത്തിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവനൊക്കെ തമ്മിലടിച്ച് തീരുകയോ ചെയ്തോട്ടെ. പക്ഷെ ഇതിൽ നമുക്ക് പറയാനുള്ളത്, നവീൻ ബാബുവിന്റെ കേസ് ആയതുകൊണ്ടാണ് നാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോടതി പറഞ്ഞിരിക്കുന്നത് തെളിവുകൾ, ഒബ്ജക്ട്സ് എല്ലാം കിട്ടിയിരിക്കുന്നതെല്ലാം ഞങ്ങൾ സംരക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോഴും എന്ത് തെളിവാണ് കോടതിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം, പ്രസക്തമായ ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും. അല്ലെ പ്രിയ, നമ്മൾ നേരത്തെ പറഞ്ഞാലേക്ക് ഒന്നുകൂടെ ഒന്ന് പോവുകയാണ്. അതായത് ഇവർ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കപ്പെട്ട ഇവരെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും? കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റ് സ്റ്റേഷനിലേക്കാണോ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്ന് അറിയാൻ മാധ്യമപ്രവർത്തകർ നിന്നൊരു രംഗം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. അവിടെയും അവരുടെ എല്ലാം മുമ്പിൽ ആ പോലീസ് കമ്മീഷണറായി IPS കാരനായി, മലയാളം പോലും തിരിയാത്തൊരു നല്ല സുന്ദരനായ യുവകോമളനായ ഒരു പയ്യനാണ് അവരുടെ IPS ഓഫീസർ. അയാൾ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരും, നിങ്ങൾ നിൽക്കുന്നൊക്കെ. എന്നിട്ട് അവസാനം റിപ്പോർട്ടർ TVക്ക് MV നികേഷിന് അത് ചോർന്ന് കിട്ടിയിട്ട് MV നികേഷ് അറിയിച്ചിട്ടാണ് അവരെ കൊണ്ടുവന്ന സ്ഥലത്ത് മാധ്യമങ്ങൾ എത്തുന്നത്, അതും റിപ്പോർട്ടർ TV എത്തുന്നത്. കാര്യം മാധ്യമങ്ങളെ വരെ കളിപ്പിച്ചാണ് അവരെ കൊണ്ട് ഇറക്കിയത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന പരിവേഷത്തിൽ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ പറയുന്ന പാർട്ടി കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞെന്നും അവർ തിരിച്ചു പറഞ്ഞെന്നും ഇയാൾ തിരിച്ചു പറഞ്ഞെന്നും നമ്മുടെയൊക്കെ വൃഥാ ബുദ്ധി വ്യായാമത്തിനാണ് ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. അൾട്ടിമേറ്റായിട്ട് നമ്മൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് ഇതിൻ്റെ ചർച്ച. ഈ പറയുന്ന പോലീസ് സത്യത്തിൽ എല്ലാവരും പൊട്ടനാക്കുകയാണ്. പിന്നെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് പോലീസിന്റെ കേസ് അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞത്, പോലീസ് കൊടുത്ത തെളിവുകളാണ് കോടതിക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. പോലീസ് എന്ത് തെളിവ് ഉണ്ടാക്കി? പോലീസ് നശിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചത്. അതെ, ഒരു തെളിവും കണ്ടുപിടിച്ചിട്ടില്ല. കേസ് ഡയറിയിൽ പോലും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കോടതിക്ക് മനസ്സിലാകുമെന്നൊരു പ്രതീക്ഷ മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ളത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കേസ് ഡയറിയിൽ പല കാര്യങ്ങളിലും വിരുദ്ധതയിൽ പിടിച്ചിട്ട് കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പൊ സത്യം പറഞ്ഞ പൊതുജനങ്ങൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതുന്നത്. ഒരുപക്ഷെ ചേട്ടൻ അങ്ങനെ ആയിരിക്കാം. കാരണം അതെ അതല്ലാതെ കോടതി ഈ കാര്യത്തിൽ നിശ്ചിതമായി വിമർശിക്കും ഈ അന്വേഷണ സംഘത്തിനെ. കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടക്കം മുതൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘം. നമ്മൾ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലും ഇതിൽ വെച്ചിട്ടില്ല. പിന്നെ ഇത് ആർക്ക് വഴിപാടിന് വേണ്ടി ഇത് ചെയ്തു? ഇത് ആർക്ക്
അല്ലെ? ആർക്ക് വഴിപാടിന് വേണ്ടി ചെയ്യും? ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം അത്രയും ഒരു ഞങ്ങൾ പറയാവുന്നതിന്റെ അൾട്ടിമേറ്റ് ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞവരാണ്. കാര്യം ഈ സമൂഹത്തിന് ഇതിന്റെ അപ്ഡേഷൻ വേണം എന്നുള്ളതുകൊണ്ട് തന്നെയും നമ്മളുടെ ഒരു ആവശ്യം കൂടെ ആയതുകൊണ്ടാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ മടുത്തിട്ടെന്നല്ല ഇത് പറയുന്നത്, ഞങ്ങളുടെയും കൂടെ ആവശ്യമല്ല, സമൂഹത്തിന്റെ ആവശ്യമായതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് നീതി കിട്ടണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം തന്നെ ആയതുകൊണ്ടാണ്. ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും. CPM ജില്ലാ സമ്മേളനത്തിൽ ഇത് ചർച്ച ചെയ്തു എന്നുള്ളത് പത്തനംതിട്ടയിലെ ജില്ലാ ഘടകത്തിന്റെ സാധാരണക്കാരായ സഖാക്കളുടെ, അതിൽ ഇത് സംസാരിക്കാൻ യോഗ്യതയുള്ള ഏരിയ കമ്മിറ്റിയിലുള്ളവരായിരിക്കും ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അവർക്ക് 1 മിനിറ്റ് സമയമാണ് കൊടുക്കുന്നത് ചർച്ച ചെയ്യാൻ. ഇതിന്റെ ഗ്രൂപ്പ് ചർച്ച 3 മിനിറ്റൊക്കെ ആയിരിക്കും. ശരി ആവട്ടെ, എന്തായാലും അവരുടെ ഒരു മനസ്സമാധാനത്തിന് അവരെന്നാലും മനസ്സമാധാനപ്പെടേണ്ട കാര്യമില്ല. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന്റെ മണ്ഡലത്തിൽ പോലും അവിടുത്തെ ഇപ്പോൾ അവർക്ക് എന്ത് പാർട്ടിക്ക് അപ്രമാദിത്വമുണ്ടോ അതെല്ലാം തന്നെ പോകും. കാര്യം കോൺഗ്രസ് നല്ല A ക്ലാസ് വെടി പൊട്ടിക്കാൻ തന്നെയാണ് അവരിയ്ക്കുന്നത്. കാര്യം ഈ അന്വേഷണം CBIക്ക് പോയാലും അല്ലെങ്കിൽ CBIക്ക് പോയിരുന്നാൽ ഇല്ല മറ്റേതൊക്കെ ഏജൻസിക്ക് പോയാലും ഇപ്പോഴത്തെ CPMന് ഇപ്പോൾ അവർ BJPയുമായി ഭയങ്കര ബാന്ധവത്തിലാണ്. ഇപ്പം നമ്മൾ പറയാതെ പറഞ്ഞ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ കുഞ്ഞു പയ്യൻ മരിച്ചതിൻ്റെ ആത്മഹത്യയാണെന്ന റിപ്പോർട്ട് CBI കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിന് കോൺഗ്രസിന് കൊടുക്കാനുള്ള അടിയും കൂടെ ആയി. അതിന് ഇപ്പോൾ ട്രയൽസും കൂടെ നടന്നു കഴിയുമ്പോൾ അത് എങ്ങനെയായി തീരുന്നു? 20 പ്രതികൾ 21 പ്രതികളിൽ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കി 20 പ്രതികൾ മാത്രമാക്കി. ആ പെൺകുട്ടിയായിട്ട് ഈ പയ്യന് അഫയർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. ആ കേസ് നമ്മൾ സംസാരം മാറിപ്പോകുന്നു. അപ്പോൾ ഇതിൽ പറയും നമുക്ക് ഇത്രയേ ഉള്ളൂ, ഈ കേസ് ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബാക്കി പത്രമാണ് ഈ അന്വേഷണത്തിൽ പോലീസ് ഇത്രയും. എന്തായാലും ഇതിന്റെ ഒരു തിരിച്ചടി നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭയല്ല, തദ്ദേശ ഇലക്ഷനിൽ പത്തനംതിട്ടയിലെ സഖാക്കൾ ഇവരുടെ വേദന പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി കൈയിട്ട് വരാൻ കിട്ടില്ല, ഞങ്ങൾക്ക് അധികാരമൊക്കെ പോകും, നീയൊക്കെ കണ്ണൂരിൽ നിന്നുകൊണ്ട് കളിച്ച് ഞങ്ങൾക്കിട്ട് പണി തന്നു. ഇത് തന്നെയാണ് നാടൻ ഭാഷയിൽ അവിടുത്തെ പത്തനംതിട്ട സഖാക്കൾ പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് പണി തന്നു, നിങ്ങൾ കണ്ണൂർ നിങ്ങളെ ദിവ്യയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വില മലയാളപ്പുഴ മലയാളപ്പുഴ ഇതിന്റെ പേര് മോഹനൻ, മലയാളപ്പുഴ മോഹൻ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളപ്പുഴ മോഹൻ CIT അംഗമാണ്. അദ്ദേഹം ഒരിക്കലും പാർട്ടി മെമ്പർ അല്ല. അദ്ദേഹത്തിന് അത് പറയാനുള്ള വോയിസ് ഉണ്ട്. അതിവിടെ ചർച്ചയായത് മലയാളപ്പുഴ മോഹൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള വോയിസ് പോലും CPMനില്ല. കാര്യം അവരുടെ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണ് ഈ CIT. മലയാളപ്പുഴ മോഹനെ ഇറക്കിയത് പോലും അതിലൊരു ശ്രദ്ധ തിരിച്ചു ഇത്തിരി പോകുന്ന ഒരു സ്ത്രീയെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവരെ ഇരിക്കുന്ന എവിഡൻസ് പിടിച്ചു വാങ്ങിയാൽ നോക്കിയാൽ മലയാളപ്പുഴ മോഹൻ അതിൽ അദ്ദേഹം പറയുകയും ചെയ്ത് കൊന്നതിന്റെ വീഡിയോ ദൃശ്യം ഉണ്ടെന്ന്. അപ്പൊ അവർക്ക് ഉറപ്പിച്ചു, അവര് തന്നെ തുറന്നു പറഞ്ഞു. അത് വിവരം കേട്ടവന്മാർ. എന്തായാലും ഉദയഭാനു CPMന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന് ഇനി ഒരിക്കലും തലയിൽ കൂടെ മുണ്ടിടാതെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നടയിൽ കൂടെ പോലും പോകാക്കില്ല. നവീൻ ബാബു എന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിന് മുന്നിലൂടെയോ ആ കുടുംബത്തിന് മുന്നിലോ CPMലെ ഒരു നേതാക്കൾക്കും തല കുനിച്ചല്ലാതെ നിൽക്കാൻ പറ്റില്ല. അതിലെ പേടിയും ഭയവുമാണ് അവരിങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്ന് ആ കുടുംബത്തെ കൂടെ ബോധ്യപ്പെടുത്താൻ. അത്രയേ ഉള്ളൂ. കാര്യം പറ്റിപ്പിന്റെ പാർട്ടിയായി ഈ പാർട്ടി മാറി എന്നുള്ളത് കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലേ? നമുക്ക് പറയാൻ പറ്റും.